ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാളെ വൈകിട്ടോടെ ന്യൂനമർദ്ദമായി മാറും. തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള മഴക്കെടുതിയിൽ തമിഴ്നാട്ടിൽ 3 പേർ മരിച്ചു. ശ്രീലങ്കയിൽ ചുഴലിക്കാറ്റിൽ 159 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. മനീഷ് മൂർത്തി അല്പസമയത്തിനകം ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. സർവനാശമുണ്ടാക്കിക്കൊണ്ടാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിലും തമിഴ്നാടിന്റെ തീരങ്ങളിലും ആഞ്ഞു വീശിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം, അവിടെ തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിൽ അതിശക്തമായ മഴയും കാറ്റും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. 3 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശ്രീലങ്കയിൽ. നേരത്തെ നമുക്കറിയാം 150-ലധികം ആളുകൾക്ക്, ഔദ്യോഗിക കണക്കുകൾ പ്രകാരമാണെങ്കിൽ 159 പേർക്ക് ശ്രീലങ്കയിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. വലിയ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, വീടുകൾ തകർന്നിട്ടുണ്ട്, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒരുപാട് പേരെ കാണാതായി എന്ന റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ മുതൽ പുറത്തു വരുന്നതാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീരദേശ ജില്ലകൾ കേന്ദ്രീകരിച്ച് ജാഗ്രത ഇപ്പോഴും തുടരുന്നുണ്ട്. അല്പസമയത്തിനകം മനീഷ് മൂർത്തി പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാളെ വൈകിട്ടോടുകൂടി ന്യൂനമർദ്ദമായി മാറും. ആശങ്ക ഒഴിയുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. ചുഴലിക്കാറ്റ് നാളെ വൈകിട്ടോടുകൂടി ന്യൂനമർദ്ദമായി മാറും. തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്നുണ്ട്. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് തമിഴ്നാട്ടിലെ സാഹചര്യം? മനീഷ്, റീത്ത, ഇന്നിപ്പോൾ വൈകിട്ടോട് കൂടി ഡിറ്റ്വ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി മാറും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം, അതായത് അതിന് 24 മണിക്കൂറുകൾക്ക് ശേഷം അത് ന്യൂനമർദ്ദമായി മാറും. അത് തമിഴ്നാട് തീരത്തേക്ക് എത്തുമ്പോഴേക്കും, ഏകദേശം ചെന്നൈയുടെ തീരത്തേക്കൊക്കെ എത്തുന്ന ഒരു സമയമാകുമ്പോഴേക്കും ന്യൂനമർദ്ദമായി മാറും. അങ്ങനെ ഇത് കടലിൽ തന്നെ ദുർബലമാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം, അതായത് ഈ തീവ്ര ന്യൂനമർദ്ദമാകുന്ന ആ ഒരു സമയം വരെയും നല്ല രീതിയിൽ തന്നെ മഴയുണ്ടാകും. മഴ മാത്രമല്ല, ശക്തമായ കാറ്റും. ഏകദേശം രാമനാഥപുരം, നാഗപട്ടണം അതുപോലുള്ള മേഖലകളിൽ, കടലൂർ പോലുള്ള മേഖലകളിലൊക്കെ ഏകദേശം 80 കിലോമീറ്റർ വേഗത്തിൽ, ചെന്നൈ ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ 80 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാനുള്ളൊരു സാധ്യത, അതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എന്തായാലും ആ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ വന്നിരുന്നതാണ്. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ രാത്രിയോട് കൂടി ഈ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി മാറും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിൽ വന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. നേരത്തെ കൊടുത്ത അലേർട്ടുകളൊന്നും തന്നെ പിൻവലിച്ചിട്ടില്ല. അതായത് തീരദേശ മേഖലകളിൽ നൽകിയിട്ടുള്ള 2 ജില്ലകളിലെ റെഡ് അലേർട്ട്, അതുപോലെ തന്നെ 9 ജില്ലകളിലെ ഓറഞ്ച് അലേർട്ട്, ചെന്നൈ ഉൾപ്പെടെയുള്ള 9 ജില്ലകളിലെ ഓറഞ്ച് അലേർട്ട്, ഇതൊന്നും തന്നെ പിൻവലിച്ചിട്ടില്ല. അതെല്ലാം നിലനിൽക്കുന്നുണ്ട്. കാരണം കാറ്റ് അടുത്ത് വരുമ്പോഴേക്കും, അതായത് തമിഴ്നാടിന്റെ തീരത്തേക്ക് അടുത്തെത്തുമ്പോഴേക്കും വലിയ തോതിലുള്ള കാറ്റ് ഈ പറഞ്ഞ തീരങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളുടെ കടലിൽ പോകരുതെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ നൽകിയ മുന്നറിയിപ്പാണ്. അത് കൃത്യമായി ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. സർവ്വസജ്ജമാണ് തമിഴ്നാട്. കാരണം ഡിറ്റ്വ നമുക്കറിയാം, ശ്രീലങ്കയിൽ ഇപ്പോൾ മരണസംഖ്യ ഉയർന്ന ഒരു നിലയുണ്ട്. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള വലിയ തോതിലുള്ള വിനാശകാരിയായ ഒരു കാറ്റ് തന്നെയാണ്. ആ കാറ്റ് തമിഴ്നാടിന്റെ തീരത്തേക്ക് എത്തുമ്പോൾ വേണ്ട മുൻകരുതലുകളെല്ലാം തന്നെ തമിഴ്നാട് സർക്കാർ നേരത്തെ തന്നെ എടുത്തിരുന്നു. തമിഴ്നാട് മാത്രമല്ല, പുതുച്ചേരി ആണെങ്കിലും ആന്ധ്രയാണെങ്കിലും രായലസീമയാണെങ്കിലും ഒക്കെ ആ രീതിയിലുള്ള മുൻകരുതലുകൾ എടുത്തിരുന്നു. എന്തായാലും ഇതിപ്പോൾ ചുഴലിക്കാറ്റാവുന്നില്ല എന്നുള്ളത് ഒരു വലിയ ആശങ്ക ഒഴിവായിട്ടുണ്ട്. പക്ഷേ എങ്കിലും തീരത്തേക്ക് എത്തുമ്പോൾ കാറ്റിന് വേഗം കൂടും. അത് ഒരു 80 കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും കാറ്റുണ്ടാവുക എന്നുള്ളൊരു ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്തായാലും അല്പ സമയങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ രാത്രിയോടുകൂടി, വൈകുന്നേരത്തോടുകൂടി ഇത് ഡീപ്പ് ഡിപ്രഷൻ സ്റ്റേജിലേക്ക്, അതായത് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. 3 മരണങ്ങൾ ഇതുവരെ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ ഡിറ്റ്വ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. 234 വീടുകൾ നശിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാമേന്ദ്രന്റെ കണക്കുകൾ, അദ്ദേഹം ഉച്ചയോടുകൂടി പുറത്തുവിട്ട കണക്കുകളാണ്. റിജിത്ത്, ശരി. മനീഷ് മൂർത്തി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഡിറ്റ്വയുടെ ശക്തി കുറയുകയാണ്, ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറുകയാണ്. മനീഷ് മൂർത്തി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.